എവിടെയാണ് ഗുലാൻ? ദേവന് വേറൊരു കുരിശ്. എവിടെയാണ് ഗുലാൻ? ഗുലാൻ എവിടെയാണെന്ന് അവൻ എവിടെ പോയി ഒളിച്ചിരിക്കാൻ ഞാൻ എന്താ കള്ളപ്പുള്ള? ഞാനല്ലേ നിൽക്കുന്നത്. നിന്റെ അപ്പനുണ്ടല്ലോ, അപ്പൻ കൊച്ചു തോമ, സ്മോൾ തോമ, അങ്ങനെ എന്നെ വിളിച്ചിരുന്നു. നീ നാട്ടിൽ ചെന്നിട്ട് നിന്റെ അപ്പനെ കാണാതെ മുങ്ങിയല്ലേ? എന്റെ കുടുംബകാര്യം. സാമിയണ്ണൻ ഇടപെടണ്ട പോലും. എടാ, നിന്റെ ദോശയ്ക്കും ചമ്മന്തിക്കും ഇത്ര ടേസ്റ്റ് കൂടിയതുകൊണ്ടല്ല സാമി ദിവസോട് പറഞ്ഞത്. ആത്മബന്ധം കൊണ്ടാണ്. ആത്മബന്ധം. കരച്ചിലും തുടങ്ങി. എന്താ പട്ടി കറയും? അയ്യോ, അത് എനിക്കറിയില്ലായിരുന്നേ. എനിക്കറിയണോ എന്താ കാരണമെന്ന്? സാമിയണ്ണന്റെ പട്ടി കയറണ അറിയാം. എനിക്ക് എങ്ങനെ അറിയാനാ? പട്ടിയുടേതല്ല, നിന്റെ അപ്പന്റെ കാര്യമാ പറയണത്. അത് വിട്ടില്ലല്ലേ സാമിയണ്ണ? ഞാൻ അപ്പനെ എപ്പ കണ്ടാലും അപ്പൻ എന്റെ കല്യാണക്കാരി എടുത്തിട്ട് വന്നേ. അയ്യോ പാവം, ഇവന് കെട്ടുപ്രായമായിട്ടില്ല. നിന്റെ അപ്പൻ അറിയില്ലല്ലോ, മീസ മുളച്ചു വരുന്നതല്ലേ. അതെ, മുളക്കുന്നതെല്ലാം നരച്ചിട്ട് അന്ന് മാത്രം. നീ എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. നീ എത്രാമത്തെ വയസ്സിലാണ് പെണ്ണ് കിട്ടിയത്? 31. നീയാ? 35. അപ്പൊ എനിക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായമായിട്ടില്ല. ഞാൻ എപ്പ കല്യാണം കഴിക്കാന്നൊരു പ്രായം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതാകട്ടെ, അധികം താമസിപ്പിക്കേണ്ടെന്നാ എന്റെ അഭിപ്രായം. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷെ എന്റെ പൊന്നു പിള്ളച്ചേട്ട, തട്ടുകടക്കാർക്ക് പഴയതുപോലുള്ള മാർക്കറ്റില്ല. വിവാഹക്കപ്പോഴും ഭയങ്കര ഡുള്ളാണ്. നിന്നോട് എത്ര വട്ടം പറഞ്ഞു ഈ സിറ്റിയിൽ ഒരു വലിയ ഹോട്ടൽ തുടങ്ങാൻ? നിനക്ക് ലക്ഷങ്ങൾ വാരി തരുമായിരുന്നില്ലേ? അത് എന്നോടൊന്ന് പറഞ്ഞു നോക്കി. നിന്നോട് ഞാൻ ഒരു കോപ്പും പറയില്ല, ഒരു ചില്ലി കാശും തരില്ല. പക്ഷേ നിനക്ക് ഞാൻ തരും. പക്ഷെ ഒരു കാര്യം, കടം മേടിച്ചൊരു ഹോട്ടൽ കെട്ടിയിട്ട് എനിക്ക് പെണ്ണ് കെട്ടണം. ദൈവം തമ്പുരാൻ എനിക്ക് വേണ്ടി ഒരു പെണ്ണിനെ സൃഷ്ടിച്ചിട്ടില്ലെന്ന് ഞാൻ അങ്ങോട്ട് വെക്കും. ഗുലാനെ, ഗുലാൻ ആളൊരു ഭീകരനാണല്ലോ. ആണാ? ഞാനിത് പുറത്താരോടും പറഞ്ഞിട്ടില്ല. നീയായിട്ട് പറഞ്ഞു വരുത്തണ്ട. അമേരിക്കക്കാരറിഞ്ഞാൽ കുഴപ്പമാണ്. എന്ത് കുഴപ്പം? ഈടാ, അമേരിക്കക്കാർ ഭീകരന്മാരുടെ തലക്ക് ലക്ഷക്കണക്കിന് ഡോളർ വില പറഞ്ഞിരിക്കില്ലേ? ഞാൻ ഈ കാശെല്ലാം കൂടെ എവിടെ കൊണ്ടുവയ്ക്കാനോ? ഈ നാക്ക് കയ്യിലില്ലായിരുന്നെങ്കിൽ. ഈടാ, നാക്ക് കയ്യിലല്ലേ വായിലല്ലേടാ മമ്മ. ഞാൻ ഭയങ്കര സീരിയസ് ആണ് കേട്ടോ. സീരിയസ് ആണെങ്കിൽ പോയല്ലോ ആശുപത്രി കിടക്കണം. ഇത് ആ സീരിയസ് അല്ല. പിന്നെ ഏത് സീരിയലാണ്? ഗുലാനെ, ഗുലാന്റെ അപ്പം കൊണ്ടുവരുന്ന ആലോചനകളൊക്കെ ഗുലാം വേണ്ട വേണ്ട എന്ന് പറയുന്നതിന്റെ കാര്യം എനിക്ക് പിടികിട്ടി. എടാ, പൊട്ടനും പെട്ടതായ നിനക്ക് പിടികിട്ടി, എന്നിട്ടും ബുദ്ധിയുള്ള എന്റെ അപ്പനെ പിടികിട്ടി. അതിനപ്പൻ അറിയില്ലല്ലോ, നല്ല കിളി പോലത്തെ ഒരു പെങ്കൊച്ചിനെ മോൻ വളച്ചൊടിച്ച് കൈ വെച്ചിരിക്കുകയാണെന്ന്. ഞാൻ വളരെ രഹസ്യമായിട്ട് വെച്ചിരുന്ന കാര്യം നിന്നോട് ആര് പറഞ്ഞു? അപ്പൊ സത്യമാണല്ലേ? അവളെ കൊണ്ട് ഞാൻ വന്നിരിക്കുന്നേ. ഏതാണ്? ലക്ഷ്മി മേനോൻ. ഗുലാൻ ക്രിസ്ത്യാനി, പെണ്ണു മേനോത്തി. കൊള്ളാം. അലുവേ മത്തിക്കറിയും പോലെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ. നീ ഏത് അലുവയുടെ കാര്യമാണ് ഈ പറയുന്നത്? കോഴിക്കോടൻ അലുവയുടെ. ശരിക്കും? സത്യമായിട്ട് കാണിച്ചുതരാം. വാ, ഉടുപ്പൊന്ന് മാറിക്കോട്ടെ. പെട്ടെന്ന് നല്ല സിമ്പിളായിട്ട് വാ, സിമ്പിളായിട്ട് വാ. എടാ മിസ്റ്റർ, നീ ഇവിടുത്തെ കാര്യമൊക്കെ നോക്കിക്കോണേ. ഞാൻ നോക്കിക്കോണേ. വാരി തിന്നാനല്ല പറഞ്ഞത്. ഇതിന് എനിക്ക് പ്രത്യേകം ചെലവ് ചെയ്യണം. ദേ ഇരിക്കുന്നു. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. അവിടെ ഒരു കുശിനല്ലേ കിടപ്പുള്ളൂ. ഇവളിത് എവിടെ പോയി? എന്നോടാ ചോദിക്കണം. നീയല്ലേ കൊണ്ടുവന്നു? അയ്യോ, എന്നോട് ഉണ്ടായിരുന്നവള്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് വിചാരിച്ചു നീ എന്നെ വെറുതെ ലോലനാക്കരുത് കേട്ടാ. അയ്യോ ഗുലാനെ, ഗുലാം വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, അവൾ എന്നോട് പറഞ്ഞത് ഗുലാന്റെ പെണ്ണാണ്. എനിക്ക് അങ്ങനെ ഒരു പെണ്ണൂല പെടക്കുഴിയില്ലെന്നേ. കാണാത്ത പെണ്ണാണെങ്കിലും 2 മിനിറ്റ് കൊണ്ട് ഞാൻ എന്തോരം സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടി. ഞാൻ ഇങ്ങനെ കല്യാണം കഴിക്കാതെ പെരനിറഞ്ഞ് നിന്ന് പോയേ ഉള്ളൂ. ഉള്ള മൂടും പോയി. ഗുലാനെ, ഞാൻ പറയുന്നത് ഗുലാനെ വെറുതെ ആസാക്കരുത്. ആസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞാൻ പോയി 3 സെറ്റ് കളിച്ചിട്ട് മൂടൊപ്പം പോയ. അങ്ങനെ എടാ, അവൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. പോടാ. എന്നാൽ അവളിത് എവിടെ പോയി? പോയി സാമിയണ്ണനെ അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. അടിച്ച് ആക്സിലേറ്റർ പോയി കിടക്കുക. മുറിഞ്ഞത് മതി, കോരിയിട്. കേറ്റ്. പകല് മുഴുവൻ തണ്ണി, രാത്രിയാകുമ്പോ കോഴി. എന്തോന്ന് സാമി ഇത്? പക്ഷിപ്പനിയാ. കുറേശ്ശെ വലിച്ചു കയറ്റ്. ആണോ? അതേന്ന്. ചീട്ടുകളിയില് വാശി മോശമാണ് കോച്ചി. അതിന് കുഞ്ഞുവന്റെ എടുക്ക. ഓ, എന്താടാ? നമ്മുടെ സാമിയണ്ണനെ ഏതോ ഒരുത്തം വന്ന് തല്ലി താർക്കാണ്. പെട്ടെന്നൊന്ന് വാ. ഞാൻ എത്തി. ഞാൻ ഗുലാൻ. ആരാടാ നീ? എന്ത് കഴിഞ്ഞു? അടങ്ങ് സമയം, അടങ്ങ്. ഇങ്ങോട്ട് മാറൂ. ഞാൻ വരാൻ വൈകിയില്ല. ഗുലാൻ വരാൻ വൈകിയിരുന്നെങ്കിൽ തനിക്ക് എന്നെ കൊണ്ടുപോയി വരുമായിരുന്നു.
തുറന്നിട്ടുണ്ട്, പെട്ടെന്നാട്ടെ. അതും സമാധിയാണ്. പോട്ടെ സ്വാമി. ആ വിട്ടോ വിട്ടോ, ഹാപ്പി ജർണി. സാമിയാണെന്തിനാ അയാളെടുത്തിട്ട് ചളിക്കിയത്? നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം? ഞാനുമായിട്ട് ഒരു പ്രശ്നമില്ല, നോ പ്രോബ്ലം വിത്ത് മീ. നിന്റെ പെണ്ണുമായിട്ടാണ് പ്രശ്നം. പെണ്ണ ഏത് പെണ്ണ്? ഏത് പെണ്ണെന്നോ? ഞാൻ കണ്ടതല്ലേ അവളെ, നല്ല സുന്ദരി കുട്ടി. എവിടുന്ന് കിട്ടിയവളെ? ചേട്ടാ, ലോറിക്കാരൻ കേശു ഒരു പെണ്ണിന്റെ കാര്യം പറഞ്ഞു, ഇത് ഇപ്പൊ ഇങ്ങനൊരു പെണ്ണിന്റെ കാര്യം പറഞ്ഞു. ഇത് ഏത് പെണ്ണാണ്? അല്ല, ഏതായാലും കൊള്ളാക്കി പിന്നെ നമുക്ക് ഉറപ്പിച്ചൂടെ? ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞു. സാമിയണ്ണൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു എതിർപ്പ് ഒന്ന് ഉറപ്പിക്കട്ടെ. അവൾ ഇവിടെ എവിടെയോ കാണും, ഞാൻ തപ്പിത്തരാം. അതൊരു വേറെ ആരെങ്കിലും പിടിച്ചുകൊണ്ടേ കാണുമോ? രക്ഷിക്കാൻ പോയിട്ട് വാ. ആ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ. She was here. കുട്ടി. ഇവിടെ പോയി ഗുലാന്റെ സുന്ദരി കുട്ടി. കുട്ടി. എവിടെ എവിടെ ആളെവിടെ? ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതാണ്. ദേ കണ്ട കള്ളെല്ലാം വലിച്ചിട്ട് മനുഷ്യന് ആവശ്യമില്ലാത്ത ആശാന്നാലുണ്ടല്ല. അല്ല, ഞാൻ സത്യമായിട്ട് കണ്ടതാണ്. മിണ്ടിപ്പൊ കൊടുത്ത് കൊണ്ടുകളയുന്ന ബാക്കി ഞാൻ ഗുലാനെ, പറഞ്ഞോളാം. ഞാൻ ദാണ്ടെ, വെള്ളം അടിച്ച വയറ്റി കിടക്കണം, പറഞ്ഞ മനസ്സിലായില്ലേ? പണ്ടാർ എവിടെ പോയി? ഹലോ, ആരാ? നിന്റെ അപ്പൻ. ആരാടെ മൊബൈൽ ഫോണിൽ കൂടെ അപ്പനെ വിളിക്കണത്? എടാ കൊച്ചു തോമയുടെ മോനെ, ഞാൻ നിന്റെ സ്വന്തം അപ്പൻ തന്നെയാ. അയ്യോ, എന്റെ സ്വന്തം അപ്പനായിരുന്നു അപ്പ. അപ്പന്റെ ശബ്ദം എനിക്ക് ഫോണിൽ കൂടെ കേട്ട് മനസ്സിലായില്ലപ്പാ. വല്ലപ്പോഴൊക്കെ ഫോണിൽ കൂടി സംസാരിക്കണടാ. എന്താ അപ്പ കാര്യം? എനിക്ക് നിന്നെ ഒന്ന് കാണണം, നീ പെട്ടെന്ന് ഒന്നും ഇങ്ങോട്ട് വാ. എന്നെ എന്ത് കാണാനാപ്പാ? ഞാൻ പഴയതുപോലെ തന്നെ മെലിഞ്ഞിരിക്കുകയാണ്. ഞാൻ എന്റെ തടിയൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് വരാം. അത് മാത്രമല്ലപ്പാ, ഇപ്പൊ കടയിൽ ഒരു ഇച്ചിരി തിരക്ക് കൂടി തന്നെ ടൈമാണ്. നീ നിന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോ ചിലപ്പോ അപ്പനെ കണ്ടൂന്ന് വരില്ല. തുടങ്ങി അപ്പ ഇങ്ങനെ സെന്റി അടിച്ചടിച്ചിട്ട് എന്നെ മെന്റലാക്കല്ലേ അപ്പ. അപ്പനോട് സ്നേഹമുള്ള മകനാണ് നീയെങ്കിൽ നാളെ നേരെ വെളുക്കുമ്പോ നീ എന്റെ മുമ്പിൽ ഉണ്ടാവണം. അല്ലപ്പ ഞാൻ വെച്ച് ഗുലാനെ, നീ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. സി ഐക്ക് തന്നെ ഒന്ന് കാണണമെന്ന്. എന്റെ അപ്പന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഈ CI പീതാംബരൻ സാറിന്റെ കാര്യം. അതെന്താ? അപ്പൻ എന്നെ ആഴ്ച കണ്ടോണ്ടിരിക്കണം, അത് എന്നോടുള്ള സ്നേഹം കൊണ്ട്. അതുപോലെ പീതാംബരൻ സാറിന് എന്നെ ആഴ്ച കണ്ടോണ്ടിരിക്കണം, അതെന്തിനാ? അതെന്റെ കയ്യിലുള്ള കാശിനോടുള്ള സ്നേഹം. ഇത് പീതാംബരൻ സാറല്ല, പുതിയ CI ആറുമുഖം. ഹാഫ് തമിഴ് ഹാഫ് മലയാളം. റേറ്റ് മലയാളമാണോ തമിഴാണോ? അതൊന്നും എനിക്കറിയില്ല, നീ ഒന്ന് വാ. ഈ മാവ് തീരുമ്പോ നീ ഷട്ടർ ഇട്ടേക്കണം. ഞാൻ കൊച്ചി പോയി അപ്പനെ കണ്ടേച്ചു വരുള്ളൂ. ഇയാളാണ് പുതിയ CI. നിനക്ക് നേരത്തെ അറിയായിരുന്നോ? ദോശ കൊടുത്തോ? ദോശ കൊടുത്തില്ല, കണ്ട് പോഷ കൊടുത്തു. അയ്യോ, എന്റെ ഈശ്വര. അയാളിങ്ങോട്ട് വന്നു. സാർ, ഇവൻ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ நீ ஒன்னும் சொல்ல வேண்டாம். அந்த பொண்ணு ஓடி போயிட்டா போய் புடி. സാർ. போங்கறல்ல. ഓക്കെ. ஏய், நீ எங்கடா போற? Who are you? അയാമേ കുഞ്ഞുവൻ, നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് പരിചയപ്പെടുകയാണ്. I am Circle Inspector ആറുമുഖം. എവൻകിட்ட മോതുക. എന്റെ പൊന്ന് സാറേ, ഞാൻ ആളറിയാണ്ട് ഒന്ന് തന്നുപോയി. സാറും ക്ഷമിച്ചു, ഞാനും ക്ഷമിച്ചു. കോംപ്രമൈസ്. എന്താടാ കോംപ്രമൈസ്? പതുക്കെ ചവിട്ട് അലമാരി പൊളിഞ്ഞു പോകും, സർക്കാരിന്റെ കാശല്ലേ. സ്ട്രോങ് വിറ്റിക്കൊന്നും പറ്റിയില്ല. മിസ് പண்றியா? പിന്നെ സാറിന്റെ ഇടി മുഖം വെച്ച് ബ്ലോക്ക് ചെയ്യാൻ എനിക്കെന്താ പ്രാന്ത? നല്ലോണം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ തടിയാണ് സാറേ. സാറിന് അങ്ങനെ ഇടിച്ചു പഠിക്കാൻ തരാൻ ബുദ്ധിമുട്ടാണ്, വേണമെങ്കിൽ ഇടിച്ചു നോക്കി. അടി എന്റെ ദേഹത്ത് കൊണ്ടായി ഏത് കോജിക്കലിലെ പോലീസുകാരനെ അലിച്ചിട്ട് ഞാൻ തിരിച്ചടിക്കും. അതുകൊണ്ടല്ലേ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നത്. ഇയാളാണ് കൊള്ളാവല്ല. വേണം വിടറോ? വിടാശാനെ വിട് സാറേ, വിടുന്നാണ് സാറിനല്ലേ എനിക്കും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ ഞാൻ നിന്ന പോലീസുകാരൻ നല്ല ഏത് കച്ചറ പാർട്ടിയാണെങ്കിലും എന്റെ കൈ വെറുതെ ഇരിക്കുകയാണ്. வேண்டாம், விளையாடாதே. എനിക്ക് തമിഴ് അറിയാൻ പാടില്ല സാറേ, അതുകൊണ്ടല്ലേ ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. ஏய், வேண்டாம், சொன்னா கேளு. ஏய், അയ്യോ സാറേ, അല്ലെങ്കിൽ തന്നെ എനിക്ക് പോലീസുകാരനെ തല്ലി എന്നൊരു ചീത്തപ്പേരുള്ളത്. അതിന് സാറായിട്ട് മാറ്റാൻ നിൽക്കണം. സാർ ലോക്കപ്പിക്കണം തുടങ്ങിയിട്ടുണ്ട്. എന്തൊരു നാറ്റോടെന്നറിയാവോ? ஏய், நான் லாக்கப்ல இருந்து வெளியே வந்துட்டா நின்ற அவசானமா, புரிஞ்சுதா? സാർ എപ്പ ലോക്കപ്പിൽ നിന്ന് വെളിവരുമെന്ന് പറ, ഞാൻ വെയിറ്റ് ചെയ്യാം. ஏய், வேண்டாம், விளையாடாதே. ஏய், സാറേ, വരാനുള്ളത് വഴി തങ്ങലെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. ദേ ഫോണ് വന്നു, സാറിനായിരിക്കും എടുക്കട്ടെ. டேய், வேண்டாம், பிரச்சனையை பெருசாக்காத. டேய், சொன்னா கேளு, அது எனக்கு வந்த போன்டா. ഹലോ എടോ അർമുഖൻ, ഞാൻ എസ്പിയാ. എസ്പിയാ. டேய், நீ பேசாதே, மரியாதை போன் கிட்ட கொடு. ഹലോ, ഞാൻ ആർമുഖം പേசுறேன் സാർ. നാളെ ഗവർണർ കോഴിക്കോട് വരുന്നുണ്ട്. എല്ലാ സെക്യൂരിറ്റിയും വേണ്ട വിധത്തിൽ കൊടുത്തേക്കണം. സെക്യൂരിറ്റിയാ? ഞാൻ കോപ്പ് കൊടുക്കും. ஏய், அது வந்து எஸ்பிடா, என் வேலை போயிடும். വേല പോവാ. പോട്ടെ.
നീ പോടാ പെരുക്കി പട്ടി പൂച്ചെ ഡോ, ഡോ. കോഴി ഡേയ്, ഡേയ്. റാസ്കൽ. പൂച്ച. എന്താ പറഞ്ഞത് ലോക്കപ്പ് എന്നിറങ്ങിയാൽ എന്നെ ഉലത്തുമെന്നു തമിഴ് പയ്യൻ. നാളെ നിന്റെ തലയിൽ തൊപ്പി ഉണ്ടെങ്കിലല്ലേ നീ എന്നെ ഉലത്തുള്ളു. അണ്ണാ നാളെ രാവിലെ ഒരു SP ഓഫീസിൽ സസ്പെൻഷൻ ആർഡർ. ഡിസ്റ്റർബൻസ് ആയ டேய் டேய் சாவியை கொடுத்துட்டு போடா டேய் லாக்கப் திறந்துட்டு போடா டேய்